ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയുണ്ട് കൊടികുത്തിമല സൂര്യോദയം? അല്ല, ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായി ത്രില്ഡാണ്. കാരണം കൊടികുത്തിൻ്റെ ഒരു സൺറൈസ് കാണണമെന്ന് എനിക്ക് ഒരുപാട് കാലം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പല കാരണങ്ങളാൽ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഡിപ്പാർട്ട്മെന്റ് അന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം, പിന്നെ അങ്ങനെ തുറക്കാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷെ നമുക്കത് തുറക്കാൻ പറ്റി. ഇന്ന് ഞാൻ ആദ്യമായിട്ട് സൺറൈസിനെത്തി. അതിമനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ട്രോൾ പെരിന്തൽമണ്ണക്ക് ഇതിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഞാൻ ഈ ട്രോൾ പെരിന്തൽമണ്ണൻ്റെ KL53 റൈഡേഴ്സ് ക്ലബ്ബ് നമ്മൾക്ക് ഇപ്പോൾ വരികയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൊടികുത്തിൻ്റെ ഒരു പിന്നെ ശരിക്കൊരു വലിയൊരു പ്രചരണം കൂടെ നമുക്ക് ഈ റൈഡേഴ്സ് ക്ലബിന്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തും. ഇന്നിപ്പോൾ നമ്മൾ MLA കൂടി ഇടപെട്ടുകൊണ്ട് DFOയുടെ അടുത്ത് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി കയറിയതാണ്. എന്ന് മുതലേ പെരിന്തൽമണ്ണക്കാർക്ക് പെർമിഷൻ കൂടാതെ ടിക്കറ്റ് എടുത്തുകൊണ്ട് രാവിലെ സൂര്യോദയം കാണാൻ കഴിയും? അല്ല, നമ്മളിപ്പോ ശരിക്കും ഓൾറെഡി പെർമിറ്റഡ് ആണ്. പെർമിഷൻ ഓൾറെഡി ഗ്രാൻഡഡ് ആണ്. കഴിഞ്ഞ ദിവസത്തെ നിയമസഭാ കമ്മിറ്റിയുടെ മീറ്റിംഗിൽ ഞങ്ങൾ ഒരുമിച്ച് ആ തീരുമാനം എടുത്തു. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട വിഷയം. ഇവിടെ കുറച്ച് പാമ്പുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഈ രാവിലെ ഇപ്പോൾ സൂര്യോദയത്തിന് ആളുകൾ എത്തണമെങ്കിൽ 5 o'clock നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ ശരിക്കും ലൈറ്റ് ഉണ്ടാവില്ല. ആ സമയത്ത് ലൈറ്റ് വെച്ചതിന് ശേഷം വരാമെന്നാണ് പറയുന്നത്. നമ്മൾ ജൂൺ മാസം നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് നമുക്ക് എന്തായാലും പിന്നെ ലൈറ്റ് വെക്കാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ സർക്കാരിന് ചെറിയ കടലാസ് പണിയുടെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നേരെയാവും. അപ്പോൾ ഈ 53 ക്ലബ്ബ് രൂപീകരണം തൊട്ട് മുമ്പ് തന്നെ നമ്മൾ അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, എങ്ങനെ അത് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവുന്നത്. വാട്ട് അബൌട്ട് KL53 റൈഡേഴ്സ് ക്ലബ്ബ്? അല്ല, KL53 എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു പ്രൈഡാണ്, നമ്മളൊരു സിഗ്നേച്ചറാണ്. അപ്പോൾ എവിടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു വണ്ടി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ട്, അത് നമ്മളുടേതാണെന്ന്. ഞാൻ MLA ആയപ്പോൾ ആദ്യം ചെയ്തതാണ് KL53 വണ്ടി എടുത്തതാണ്. കാരണം ആ 53 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇമോഷനാണ്. എത്രത്തോളം ഈ റൈഡേഴ്സ് ക്ലബ്ബ് ലഹരിയെ നമ്മൾ അകറ്റി നിർത്തും? അല്ല, ഞാൻ പറയണത് ഇപ്പം അതിൽ എനിക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വല്ലാതെ ഒരു ലഹരി ഭീതി കൂടി നമ്മൾ പടർത്തുന്നുണ്ട്, ഒരു ഡ്രഗ് ഫോബിയ എന്ന് പറയാം. അപ്പം ഞാൻ പറയുന്നത് അത് കുറച്ചുകൂടി കോഷ്യസ് ആവണം നമ്മൾ. കാരണം ഇപ്പോൾ രക്ഷിതാക്കൾ ഏത് കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ആദ്യം ഒരു ബാഗ് തപ്പുക, അത്രമാത്രം അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുട്ടികളെ വിശ്വസിക്കണം, നമ്മൾ ഈ തലമുറയെ വിശ്വസിക്കണം. ഈ തലമുറയിലെ മഹാഭൂരിപക്ഷ ആളുകളും ഡ്രഗിനെതിരാണ്. ലഹരിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് പകരം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. അപ്പോൾ ഏറ്റവും വലിയ ജീവിതത്തിലെ എൻജോയ്മെൻറ്റുകളെ കുറിച്ച് കൂടുതൽ മനുഷ്യന്മാർ ആലോചിക്കുക. ഇത് ശരിക്കും നമ്മളെ ഒരു റിവേഴ്സ് യാത്രയാണല്ലോ ലഹരി എന്ന് പറഞ്ഞാൽ. മനുഷ്യനെ ശരിക്കും പിറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് സംസാരിക്കുക. അവസാനമായിട്ട് ഈ ഒരു പുതിയൊരു യുവാക്കൾക്ക് അല്ലെങ്കിൽ ഈ ഒരു KL53 എന്താ ഒരു മെസ്സേജ് കൊടുത്തോണ്ട് നമുക്ക് അവസാനം? അല്ല, ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ഏറ്റവും പ്രധാന കാര്യം നെറ്റ്വർക്കിംഗ് ശക്തിപ്പെടുത്തുക, മനുഷ്യരായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക. ബന്ധങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബന്ധങ്ങൾ തകരാതിരിക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ട്രോൾ പെരിന്തൽമണ്ണ ശരിക്കും ഒരു സോഷ്യൽ ഇനീഷ്യേറ്റീവായി മാറിയപ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്ര. അപ്പോൾ നിങ്ങൾ ബ്ലഡ് കൊടുക്കുന്നു, നിങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, ചെറുപ്പക്കാരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരുന്നു, സാമൂഹ്യ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ നെറ്റ്വർക്ക് രൂപങ്ങളിലാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി നെറ്റ്വർക്കിംഗ് ആണ്. മനുഷ്യനുണ്ടായ ശിലായുഗം മുതൽ ഇന്ന് അപ്പോൾ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ AI കാലത്തും പ്രധാനമായ കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. ഈ KL53 റൈഡേഴ്സ് എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റി ഒരു ഭയങ്കരമായ നെറ്റ്വർക്കിംഗ് ഉണ്ടാക്കട്ടെ. അങ്ങനെ അത് പെരിന്തൽമണ്ണൻ്റെ ഒരു വലിയ സൗഭാഗ്യമാട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം.